ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ആ പാവപ്പെട്ട മുത്തശ്ശി എനിക്ക് കഴിക്കാനായിട്ട് കൊടുത്തയച്ചതാ. സോ ഞാനിത് കഴിക്കും. ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കും. അയ്യോ സർ, വേണ്ട സർ. നിങ്ങളോടൊക്കെ ഒരു അല്പം മനുഷ്യത്വം കാണിക്കാൻ പറഞ്ഞ അത് മണ്ടത്തരായി പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെച്ചു. ഈ നിൽക്കുന്നത് എന്റെ ഭാര്യയുടെ അനുജത്തിയാ. ഇവളോ ആ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരാളോ ഇനി ഈ വീട്ടിനകത്ത് നിന്ന് കരയേണ്ട ഒരു അവസ്ഥ ഉണ്ടായ അത് ചെയ്ത ആളെ ജീവിതകാലം മുഴുവൻ ഞാൻ കരയിപ്പിക്കും. അത് അമ്മയായാലും മക്കളായാലും. ഇന്ന് നിങ്ങൾ വലിച്ചെറിഞ്ഞ ഈ അന്നയല്ലേ, അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വേദനിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ഒട്ടും വൈകാതെ തന്നെ ഉണ്ടാവും. ഇതിനുള്ള മറുപടി അന്ന് ഞാൻ തരും നിങ്ങൾക്ക്. പോയിട്ട് കുറച്ചു നേരം ആയല്ലോ, കാണുന്നില്ലല്ലോ സുദേവ. കൊടുത്തോ മോളെ? സാറും നന്ദിനി മാത്രമേ കഴിച്ചോളൂ, അതോ അവിടെ എല്ലാരും കഴിച്ചോ? എല്ലാരും ഉണ്ടായിരുന്നോ മോളെ? എന്താടി, എന്തു പറ്റി മോളെ? നീ കരയാണ്ട് കാര്യം പറ മോളെ. അങ്ങോട്ട് പോകണ്ടായിരുന്നു അച്ഛ. നമ്മൾ ആരും ഒരിക്കലും അങ്ങോട്ട് പോകാൻ പാടില്ല. അവിടെ എന്താ നടന്നേന്നറിയോ?
ദൈവമേ, എന്തൊക്കെയാ കേക്കുന്നേ? ഏട്ടനല്ലാതെ അവിടെ വേറെ ആരും നമ്മളെ മനുഷ്യരായിട്ട് കാണുന്നില്ല മുത്തശ്ശി. നമ്മൾ ആരെങ്കിലും ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെന്ന അതിന്റെ പേരില് അവര് ചേച്ചിയെ സങ്കടപ്പെടുത്തും. ചേച്ചിയെ ഓർത്ത് ആരും അങ്ങോട്ട് പോവാൻ നിക്കരുത്. ചേച്ചി, അവരൊക്കെ അങ്ങനെ കാണിച്ചെങ്കിലും ചേട്ടന് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ ചേട്ടൻ അങ്ങനെ ചെയ്തത്. ചേട്ടൻ പാവാ. സാറ് പാവാ മക്കളെ, നമ്മളെയൊക്കെ വലിയ ഇഷ്ടമാ. പക്ഷേ നമ്മൾ ഈ നാട്ടിൽ നിൽക്കുമ്പോ നമ്മളെ കൊണ്ട് സാറിനോ സാറിന്റെ കുടുംബത്തിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നമ്മൾ നോക്കണം മോളെ. മോളെ, നന്ദിനി കരഞ്ഞോ? അതെ, ഞാൻ കരയുന്ന കണ്ടപ്പോ ചേച്ചിയും കരഞ്ഞുപോയി. പിന്നെ സൂര്യ സാർ വന്നപ്പോഴാ ഒരാശ്വാസമായത്. ചേച്ചി അവിടെ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് മുത്തശ്ശി. പോട്ടെ മക്കളെ, അതൊക്കെ വിട്ടുകളഞ്ഞേക്ക്. അവളെ കുറിച്ച് നമ്മുടെ ധൈര്യം സൂര്യ സാറാ. സൂര്യ സാറ് നമ്മളെ കൈവിടാത്തിടത്തോളം കാലം നമ്മൾ കരയേണ്ടി വരില്ല. പോട്ടെ, കരയണ്ട. പത്മ, എനിക്ക് തന്നോട് അല്പം സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഉണ്ടാവും. അതെന്തിന്റെ പേരിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. താൻ ചെയ്യുന്ന പല കാര്യങ്ങളിലും എനിക്ക് വിയോജിപ്പുണ്ടാകാറുണ്ട്. പക്ഷേ ചില വാല്യൂസ് താൻ സംരക്ഷിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യാറുണ്ട്. ഇതിപ്പോ 2 തവണയായി തന്നിൽ ഒരിക്കലും കാണാത്ത ചില പ്രവൃത്തികൾ ഞാൻ കാണുന്നു. എന്താണാവോ ആ ദിവ്യമായ 2 മുഹൂർത്തങ്ങൾ? ഞാനൊന്ന് കേക്കട്ടെ. ആദ്യത്തേത്, നന്ദിനിയുടെ അമ്മയ്ക്ക് അവള് ബലിയിട്ടപ്പോ അത് താൻ തടഞ്ഞു. പിന്നെ ഇന്നത്തെ കാര്യം, കാർത്തികയുടെ കയ്യിൽ നിന്നും ആ ഭക്ഷണം താൻ തട്ടിത്തെറിപ്പിച്ചത്. എടോ, അറ്റ്ലീസ്റ്റ് ഭക്ഷണത്തിനോട് കാണിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും തനിക്ക് കാണിക്കായിരുന്നില്ലേ?